മാസത്തിലേറെ നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ധാരണയായി. ഇറാനുമായി കരാറിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. വെള്ളിയാഴ്ച ജനീവയിൽ വെച്ച് ധാരണയിൽ ഒപ്പിടുമെന്ന് ഇറാൻ സ്ഥിരീകരിച്ചു. സമാധാന കരാറിൽ ഡൊണാൾഡ് ട്രംപിന്റെ നയതന്ത്ര ഇടപെടലുകളെ UAE പ്രശംസിച്ചു. സമാധാന ധാരണയ്ക്കെതിരെ ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷം പക്ഷേ രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തിനും ഇസ്രയേലിനും തിരിച്ചടിയാണ് കരാറെന്നും അമേരിക്കയ്ക്ക് കീഴിൽ നിൽക്കേണ്ടതില്ലെന്നും നെതന്യാഹു മന്ത്രിസഭയിലെ തീവ്ര വലതു നിലപാടുള്ള മന്ത്രിമാർ പ്രതികരിക്കുന്നുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, അങ്ങനെ ലോകം കാത്തുനിന്ന ആ ഒരു സമാധാന ശ്രമങ്ങൾക്ക് അതിനൊരു പരിസമാപ്തിയാവുന്നു. ആ ധാരണ, ഇറാൻ അമേരിക്ക ധാരണ, അത് ഒപ്പുവെക്കാൻ പോകുന്നു. ജനീവയിൽ വെച്ചാണ് അതുണ്ടാവുക എന്നറിയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹോർമുസ് പൂർണ്ണമായും എപ്പോൾ തുറക്കും, അവിടുത്തെ ഉപരോധങ്ങൾ ഏത് രീതിയിലാണ് നീങ്ങുക, നിബന്ധനകളുണ്ടോ, ഈ കരാറിലെ വ്യവസ്ഥകൾ എങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് ഇനി അറിയേണ്ടത്. അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ, സൂചനകൾ പുറത്തു വരുന്നുണ്ടോ? പ്രജിൻ, ഘട്ടം ഘട്ടമായി ഹോർമുസ് കടലിടുക്ക് തുറക്കും എന്നുള്ള വിവരം തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം കരാറിലെ കൂടുതൽ നിബന്ധനകൾ, ഒപ്പം തന്നെ കരാറിൽ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു വ്യക്തത ഇതുവരെയും എത്തിയിട്ടില്ല. ഇപ്പോൾ ഗൾഫ് മേഖല ഒന്നാകെ ഈ ഒരു കരാറിനെ സ്വാഗതം ചെയ്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അതിൽ തന്നെ പ്രത്യേകിച്ച് UAE ആണ് ആദ്യമായൊരു പ്രസ്താവന പുറത്തുവിടുന്നത്. അതിൽ തന്നെ അമേരിക്കയെ പിന്തുണച്ചുകൊണ്ട്, അമേരിക്കയെ പ്രശംസിച്ചുകൊണ്ട് ഒരു നിലപാടിലേക്ക് തന്നെയാണ് UAE പോകുന്നത്. നമ്മളത് പ്രതീക്ഷിച്ചു. ഡൊണാൾഡ് ട്രംപിന്റെ ഇടപെടലുകൾ അതാണ് ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നയതന്ത്ര രീതി, ഒപ്പം അദ്ദേഹം ഇടപെട്ട രീതി, അതിനൊക്കെ പ്രശംസ അർഹിക്കുന്നുണ്ട് എന്ന് UAE പറഞ്ഞു വെക്കുന്നുണ്ട്. ഒപ്പം തന്നെ മേഖലയിലെ സ്ഥിരതയ്ക്കും ഒപ്പം തന്നെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് ഏത് തരത്തിലുള്ള രീതിയിൽ ഇടപെടാനും UAE തയ്യാറാണ്. ഒരിക്കലും യുദ്ധത്തിന്റെ വക്താക്കളായി UAE നിലകൊണ്ടിട്ടില്ല. അത് ഇനിയും അങ്ങനെ ഉണ്ടാവുകയില്ല. മറിച്ച് കൃത്യമായ ചർച്ചകളും ഒപ്പം തന്നെ ഡയലോഗുകൾ, ഇത്തരത്തിലുള്ള യോഗങ്ങൾ, അതൊക്കെയും മധ്യസ്ഥ ശ്രമങ്ങളൊക്കെ നടത്തി മേഖലയിൽ സ്ഥിരമായിട്ടുള്ള സുരക്ഷ ഉണ്ടാകണം എന്ന് UAE പറയുന്നുണ്ട്. ഇതൊരു വെറുതെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപനം, ഒപ്പം തന്നെ ഈ സമാധാന കരാർ എന്നുള്ളതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പ്രാവർത്തികമാകണമെന്ന് കൂടി UAE പറഞ്ഞു വെക്കുന്നുണ്ട്. അല്പം ശ്രദ്ധയോട് കൂടിയിട്ടാണ് UAE ഇതിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിനിടയിൽ ഇടപെട്ടിരുന്ന പല രാജ്യങ്ങളെയും പരാമർശിക്കാതെ അമേരിക്കയെ മാത്രം പിന്തുണച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പ്രശംസിച്ചുകൊണ്ട്, ബാക്കിയുള്ളവർക്കൊക്കെയും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവനയിലേക്കാണ്, അത്തരത്തിൽ ഒരു ഇക്കാര്യത്തിൽ പ്രതികരണത്തിലേക്കാണ് UAE മാറിയിരിക്കുന്നത്. അതിൽ തന്നെ അവർ മേഖലയിലെ സുരക്ഷ നിലനിർത്തണം, കേവലം സമാധാന കരാറിൽ ഒപ്പിടുന്നത് മാത്രമാകരുത് കാര്യം, ഹോർമുസിൽ സ്വതന്ത്രമായിട്ടുള്ള യാത്രയ്ക്ക് കപ്പലുകൾക്ക് കഴിയണം എന്നുള്ള കാര്യങ്ങളൊക്കെയും പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ സൗദിയുടെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സൗദിയും സ്വാഗതം ചെയ്യുന്നുണ്ട്. പക്ഷേ സൗദി പാകിസ്ഥാന്റെ ഇടപെടലുകൾ കൃത്യമായി എടുത്ത് പേര് പറഞ്ഞു തന്നെയുള്ള ഒരു പ്രശംസ അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഖത്തറിന്റെ ഇടപെടലുകളെയും സൗദി പ്രശംസിച്ചിട്ടുണ്ട് എന്നുള്ളത് കൂടി കാണണം. ഗൾഫ് രാജ്യങ്ങൾ ഒന്നാകെ ഈ ഒരു തീരുമാനത്തിനെ സ്വാഗതം ചെയ്യുന്നുണ്ട്. പ്രജിൻ, അസിത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.